തലവര മൂവിലത്തെ ഈ ഒരു സീൻ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്താ അവര് കളിയാക്കണത്? പറയണേട്ടൊന്നെല്ലാം തേഞ്ഞാമാരാണെന്ന്. സൗണ്ട് നീ എന്ത് ചെയ്യും? പാണ്ഡേ, നിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ലേ. സ്നേഹവും കളിയാക്കലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ടോ. ഈ ഒരു മൂവി കണ്ടപ്പോൾ അവിടെ അർജുന അശോകനല്ല കണ്ടത്, അവിടെ ഞാൻ എന്നെയാണ് കണ്ടത്. കാരണം അതിൽ അവൻ അനുഭവിക്കാൻ സിറ്റുവേഷൻസ് ഉണ്ടല്ലോ, അവൻ്റെ മേത്ത പാണ്ടായിട്ടുള്ളത്. ഈ സെയിം സിറ്റുവേഷൻസ് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കറുത്തതിൻ്റെ പേരിൽ ഞാൻ കറുത്തിട്ടാണ്, അത് ഞാനവിടെ അക്സെപ്റ്റ് ചെയ്യുന്നു. ബട്ട് ആ ഒരു ടൈമിൽ എനിക്ക് അത് ഉൾക്കൊള്ളാം, അല്ലെങ്കിൽ എന്നെ എത്ര ആൾക്കാർ കളിയാക്കണ സമയത്ത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം കറുപ്പ് എന്നുള്ളത് ഭയങ്കര വേർഡായിട്ടുണ്ടെന്ന് ആൾക്കാർ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ അതുണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയില്ല. അതുപോലെ തന്നെ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ, എൻ്റെ LKG UKG ടൈം മുതലാണ് ഞാൻ ഫസ്റ്റ് ടൈം ഇങ്ങനത്തെ കറുത്തതിൻ്റെ പേരിൽ എന്നെ കളിയാക്കൽ ഏറ്റു തുടങ്ങിയത്, അല്ലെങ്കിൽ എനിക്ക് കിട്ടി തുടങ്ങിയത്. അതിൻ്റെ ഒരു റിലേറ്റീവ് നിന്നാണ് എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയത്. കാക്ക, കറുമ്പൻ, കറുപ്പാണ്ടി, പിന്നെ ഞാൻ നടന്നുകൊണ്ടായത് കാക്ക എന്നുള്ള കാക്കയുടെ സൗണ്ട് ഉണ്ടാക്കുക, ഇതൊക്കെയായിരുന്നു എനിക്ക് ആ ഒരു ടൈമിൽ കിട്ടിയിരുന്നത്. പിന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ടു 4th സ്റ്റാൻഡേർഡ് വരെ സ്കൂളിൽ നിന്നും എനിക്ക് ചെറുതായിട്ട് കിട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ 5th സ്റ്റാൻഡേർഡ് ടു 10th വരെ വേറെ സ്കൂളിലാണ് പഠിച്ചത്. ആ സ്കൂളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് ഈ സിറ്റുവേഷൻസ്. കാരണം എൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സ് എന്നെ കളിയാക്കിയിരുന്നത് കറുത്തതിൻ്റെ പേരിൽ നല്ല രീതിക്ക്. അത് എൻ്റെ 10th പഠിക്കുമ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. 10th പഠിക്കുമ്പോൾ കൂട്ടത്തിരുന്നിട്ട് അങ്ങനെ പേര് പറഞ്ഞിട്ട് കളിയാക്കിയത് പിള്ളേർ. 9th പഠിക്കുമ്പോൾ ഞാൻ 2 ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ ഞാൻ കരഞ്ഞിട്ടുണ്ട് അങ്ങനെ കളിയാക്കല്ലേ പറഞ്ഞിട്ട്. കാരണം അത്രയ്ക്ക് ട്രോമയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നു, ഞാൻ അനുഭവിച്ചിരുന്നു ഈ കറുത്തതിൻ്റെ പേരിൽ. ആ ടൈമിലൊക്കെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ കരയും. ഞാൻ അമ്മോട് ചോദിക്കുന്നത് എന്താ ഇങ്ങനെ കറുത്ത് പോയത്. വേറെ ഓപ്ഷനും ഇല്ല, ചോദിക്കുക എന്നല്ലാണ്ട്. അപ്പം ഒരാൾക്ക് റെഡിയാവും, കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും എന്നൊക്കെ പറയാം അമ്മ. എന്നിട്ട് ഞാൻ തന്നെ അമ്മോട് ചോദിക്കുക എന്താ വെളുക്കാൻ വല്ല ഓപ്ഷനിൽ. അപ്പോൾ അമ്മ ഇങ്ങനെ മഞ്ഞളൊക്കെ അരയ്ക്കണ കാര്യം പറയും. എന്നിട്ട് ഞാൻ മഞ്ഞൾ അരച്ച് അതൊക്കെ തേക്കും മുഖത്ത്. അതുപോലെ പല നാച്ചുറലായ ഐറ്റംസ് ഇല്ലേ, മുൾട്ടാണി മിട്ടി, ഇങ്ങനത്തെ ഐറ്റംസ് തേക്കുക. ഇതൊക്കെയായിരുന്നു എൻ്റെ പരിപാടി ഉണ്ടായിരുന്നത്. കാരണം എങ്ങനെയും വെളുക്കണം. അതുപോലെ രാത്രി കിടന്ന് ഉറങ്ങാൻ നേരത്ത് നമ്മൾ എപ്പോഴും ഒരു സ്വപ്നത്തേക്ക് പോകുമല്ലോ. ഈ സ്വപ്നത്തിൽ ഞാൻ ചിന്തിക്കുന്നത് കൂടുതൽ നാളെ നീക്കണ സമയത്ത് വെളുക്കണം, അല്ലെങ്കിൽ വെളുത്തിട്ട് നീക്കണം. ഇതായിരുന്നു എൻ്റെ ചിന്ത. കാരണം അത്രയ്ക്ക് കളിയാക്കൽ കിട്ടിയായിരുന്നു എനിക്ക്. പിന്നെ +2 എത്തിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ റിയലൈസേഷൻ വന്നത്. ഇത് നമുക്ക് ജസ്റ്റ് എന്തെങ്കിലും തേച്ച് കഴിഞ്ഞാൽ ഒന്നും പെട്ടെന്ന് മാറില്ല. അത് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായതുകൊണ്ടാണ് ഇത് വന്നത്. കാരണം ഞാൻ പഠിക്കുന്നത് ബയോളജി സയൻസ് ആയിരുന്നു ആ ടൈമിൽ. പിന്നെ +1 എത്തുമ്പോൾ 10th ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഒപ്പം പഠിക്കുന്നത്, എൻ്റെ 10th ക്ലാസ് വരെ പഠിച്ച ഒരു പിള്ളേരും അവിടെ ഉണ്ടാവരുത്, അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ഒരാളും എൻ്റെ +1 പഠിക്കുമ്പോൾ അവിടെ ഉണ്ടാവരുന്ന ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം അവിടെയും കളിയാക്കൽ പടരുമോ എന്നുള്ളത് എനിക്കൊരു പേടിയായിരുന്നു. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ഭയം കൊണ്ട് എൻ്റെ ക്ലാസ്സിൽ പഠിച്ച ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചായിരുന്നു. പക്ഷേ അവിടെ എന്നെ കളിയാക്കാൻ ആരും ഇല്ലെങ്കിലും ഈ 10 വർഷം അനുഭവിച്ച ട്രോമ ഉണ്ടല്ലോ, അതവിടെ ഉണ്ടായിരുന്നത്. അതുള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും എനിക്ക് ഇനീഷ്യേറ്റീവ് എടുക്കാൻ പറ്റിയിരുന്നില്ല. ക്ലാസ്സിലൊരു എന്തുണ്ടെങ്കിലും എനിക്ക് ആദ്യം കയറി എന്ന് പറയുക എന്നുള്ളൊരു ടെൻഡൻസി ഉള്ളൂ, അതെനിക്ക് പറ്റിയിരുന്നില്ല. കാരണം ആൾക്കാർ കളിയാക്കുക എന്നുള്ളൊരു പേടി അവിടെ ഉണ്ടായിരുന്നത്. ആരും കളിയാക്കിയിട്ടില്ല, പക്ഷെ എനിക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ +1 ലാസ്റ്റ് എക്സാം ടൈമിൽ എന്നോട് 3 പിള്ളേരാണ് എന്നോട് ചോദിച്ചത് ആ ടൈമിൽ, നീ ഏതാ ക്ലാസ്, നിൻ്റെ പേരെന്താന്ന്. കാരണം അത്രയ്ക്ക് ആൾക്കാർക്ക് എന്നെ അറിയാത്ത സിറ്റുവേഷൻ ആയിരുന്നു. ബോയ്സിന് അറിയാമെങ്കിലും ബാക്കിയുള്ള ടോട്ടലിലുള്ള ക്ലാസ് നോക്കുകയാണെങ്കിൽ അവിടെ ആർക്കും അറിയില്ലായിരുന്നില്ല എന്നെ. ഡിഗ്രി എത്തി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി അടിപൊളിയായി. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ടൈം എന്ന് പറഞ്ഞിട്ട് ഡിഗ്രി ആയിരുന്നു. ആ ഒരു ടൈമിൽ എനിക്ക് എന്തിനൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം ആരും കളിയാക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ഇനീഷ്യേറ്റീവ് എടുക്കാൻ എന്നെ കൊണ്ട് പറ്റിയായിരുന്നു. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് ലീഡർ ആവണം എന്നുള്ളത്. അതുപോലെ തന്നെ പല പ്രോഗ്രാമിലും പങ്കെടുക്കണം എന്നുള്ളത്. അതുപോലെ പല കാര്യങ്ങളും ഇനീഷ്യേറ്റീവ് എടുത്ത് മുമ്പന്തിൽ നിൽക്കണം എന്നുള്ളത്. ഇന്നെനിക്ക് പറ്റിയിരുന്നില്ല. പക്ഷേ ഡിഗ്രിക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ എനിക്ക് സാധിച്ചു. ക്ലാസ്സിൽ തിരപ്പാവാനൊക്കെ സാധിച്ചു. ഇതൊക്കെയാണ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നത്, ഈ കറുത്തതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരിക്കലും ഒരു ചെറിയ കുട്ടിയെ ഈ കറുത്തതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ബാക്കിയുള്ള എന്തിൻ്റെയിലോ പേരിലോ കളിയാക്കരുത്. കളിയാക്കി കഴിഞ്ഞാൽ വൺസ് അവന് ആ ഒരു ട്രോമ വന്നു കഴിഞ്ഞാൽ അവന് പല കാര്യങ്ങളും ചെയ്യാനുള്ള കോൺഫിഡൻസ് പോവും. പല കാര്യങ്ങളിലും ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ടെൻഡൻസി കുറയും. കാരണം ഞാൻ അനുഭവിച്ച വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടത് പറയണത്. അതുപോലെ തന്നെ അവർ പിന്നെ അതിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് ചെറുപ്പത്തിൽ പോസിബിൾ ആവുമെന്ന് വരില്ല. അവൻ സോഷ്യലി പിന്നെ കുറച്ചും കൂടി എക്സ്പ്ലോർ ആകുമ്പോഴാണ് അവന് അതിൽ നിന്ന് മാറാൻ സാധിക്കുള്ളൂ. അവനായാലും അവളായാലും, പിന്നെ നിങ്ങളുടെ മക്കളോടായാലും ശരി, ഒപ്പമുള്ളവരുടെയും പറയുക, ഒരാളിനെ കളിയാക്കരുത് എന്നുള്ളത്. കാരണം വൺസ് അവർ കളിയാക്കുമ്പോഴാണ് ഇവരിത് അനുഭവിക്കുന്നത്. അത്രേ ഉള്ളൂ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കുറച്ച് സിറ്റുവേഷൻസ്. തലവര മൂവിയിലത്തെ
അർജുൻ അശോകൻ എന്ന വ്യക്തിയിലുപരി ഞാൻ അവിടെ കണ്ടത് എന്നെ മാത്രമാണ്. അപ്പോൾ നമുക്കെന്തായാലും ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം.